ഇതിലൊരു നിയമവിരുദ്ധമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഈ പറയുന്ന വിജിലൻസ് കേസെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് നോട്ടീസ് വന്നിട്ടില്ല. നോട്ടീസ് വരികയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് അതിന് മറുപടി കൊടുക്കാനും അടിസ്ഥാനരഹിതമായി ഈ കോടതികൾ മുഴുവൻ കയറി ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു സംഗതിയെ കോടതിയെപ്പോലും മുഖവിലക്കെടുക്കാതെ വ്യക്തിപരമായി സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ പിണറായിസത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ മറ്റൊരു കേസ്, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ വിഷയം ഞാൻ കെട്ടിടം കെട്ടിയെന്നാണ്. അപ്പോൾ ആ കെട്ടിടം പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വേറെ ഇതേപോലത്തെ വേറെ പെറ്റീഷൻ കിടക്കുന്നുണ്ട്. 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് ഇതിൽ. 2,75,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്. ഇതിൽ 23 25 കെട്ടിടത്തിന് നമ്പറുണ്ട് മുമ്പത്തെ. ഈ വലിയ ഈ 1.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജോയ്മാറ്റ് ഹോട്ടൽസ് ലോൺ എടുത്തിരുന്നത്. ആ കെട്ടിടം അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ലോൺ അടക്കാൻ കഴിഞ്ഞില്ല. ആ നിർമ്മിച്ച കെട്ടിടം അതേപോലെ അവിടെ നിൽക്കുകയാണ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അൺകംപ്ലീറ്റഡ് ആയിട്ട് അന്ന് നിൽക്കുന്ന കെട്ടിടമാണ്. മാത്രമല്ല ഈ കെട്ടിടം നിർമ്മിക്കുന്ന കാലയളവിൽ കേരളത്തിലെ നിയമം ബിൽഡിംഗ് റൂൾസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അപ്ലിക്കബിൾ അല്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ബിൽഡിംഗ് കെട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുത്തിട്ടേ കെട്ടാൻ പറ്റുള്ളൂ. ആ നിയമം വന്നിട്ട് കഴിഞ്ഞ 10, 15, 20 വർഷമാകുന്നേ ഉള്ളൂ. ആ ബിൽഡിംഗ് റൂൾസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അപ്ലിക്കബിൾ ആകുന്നതിൻ്റെ മുമ്പാണ് ഈ കെട്ടിടം കെട്ടിയിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. അപ്പോൾ നമ്മൾ ഇതിൽ 1 ഇഞ്ച് എന്താ പറയുക കൺസെഷനും ഇതിനകത്ത് നടത്തിയിട്ടില്ല. ഉള്ളത് തന്നെ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ATL പൊങ്ങാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ട് വലിയ കൺസെഷൻ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു പരാതി ഇപ്പോൾ ഹൈക്കോടതിയിൽ കിടക്കുന്നത്. അവിടെ യഥാർത്ഥ ഇഷ്യൂ ഉള്ളത് തൊട്ടടുത്ത് ആംസ് ഡിപ്പോ നിൽക്കുന്നത് കൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ഹൈറ്റിൻ്റെ റെസ്ട്രിക്ഷനെ പറ്റി അവിടെ പുതിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ ആ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് കെട്ടിടം കെട്ടാൻ പറ്റും. അതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ നമ്മൾ നിലവിലുണ്ടായിരുന്ന കോടതി തന്ന കെട്ടിടവും ബിൽഡിങ്ങും അതിൻ്റെ അമ്യൂണിറ്റീസുമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഈ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഹൈറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കോമ്പൻസേഷൻ വരെ തരേണ്ടി വരും. കാരണം ഈ റെസ്ട്രിക്ഷനുള്ള കാലത്തല്ല ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ ഇവിടെ നാട്ടിൽ ബിൽഡിങ് പൊളിക്കുകയാണെങ്കിൽ സർക്കാർ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ NADക്ക് അങ്ങനെ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ കോടതിയിൽ പറയും. നമുക്ക് മറ്റൊരു കോടതി തന്ന പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇവിടെ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ന് ഈ പറയുന്ന ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കള്ളക്കേസ് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിന് മുമ്പിൽ ആളെ അപമാനപ്പെടുത്തുക എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേറെ ഒരു ഉദ്ദേശം ഇതിലില്ല. പിന്നെ അതാണല്ലോ ഇപ്പോൾ കോടതി പറഞ്ഞു. ഒറിജിനൽ ആധാരം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. ഡയറക്ഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ആധാരമാണ് ആലുവ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 44 ലക്ഷം രൂപ നമ്മൾ അന്നത്തെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാ ആധാരങ്ങളും നമ്മുടെ കയ്യിലാണ്. ഒറിജിനൽ ആധാരങ്ങൾ നമുക്ക് കൈമാറാൻ തെറ്റാണ്. കോടതി ഈ ഓർഡർ വായിച്ചത് നമുക്ക് അറിയാം. അതാ പറഞ്ഞ 44 ലക്ഷം രൂപ കൊടുത്ത് ഈ പറയുന്ന ആലുവ രജിസ്റ്റർ ഓഫീസിലെ നോക്കിയാൽ കാണുമല്ലോ. അത് കോടതിയുടെ ഡയറക്റ്റ്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലല്ല, കോടതിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത്. അതിപ്പോൾ നോക്കണം, നമ്മളതിനെ വിൽപ്പനയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. സർക്കാരിന് ഇതിലെന്ത് ബന്ധം? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. കോടതിയിൽ പണയം വെച്ച പ്രോപ്പർട്ടി കോടതി നമുക്ക് തന്നു. കോടതി പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അത് കോടതിയല്ലേ തീരുമാനിക്കുക. അല്ലാന്ന് അതപ്പോൾ ഞാൻ വായിച്ചത്. നമ്മൾക്ക് അവർക്കുണ്ടായിരുന്ന എല്ലാ സമസ്ത ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ബിൽഡിങ് 25 കൊല്ലത്തോ 30 കൊല്ലത്തിനോ വാടക കൊടുത്തു. ആ വാടക കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? 30 കൊല്ലത്തെ വാടക ഷീറ്റ് എഴുതും. ബിൽഡിംഗ് ആരുടെ പേരിലായിരിക്കും? ആ ബിൽഡിംഗ് ഓണറുടെ പേരിലായിരിക്കും.
മറ്റവർക്ക് ലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ആധാരമായിരിക്കും ഓണർഷിപ്പ്, ആധാരം, പ്രോപ്പർട്ടിയൊക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ. ഇതല്ലല്ലോ, ഇത് പണയം വെച്ചിട്ടാണ് ഈ പൈസ ഇവർ വാങ്ങുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിലാണ് പൈസ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് കൃത്യമായി ആ ഓർഡറിൽ പറയുന്നത്. അല്ല, അത് പറയാൻ അതല്ലേ പച്ചക്കള്ളെന്ന് പറഞ്ഞത്. അതിൻ്റെ ഓർഡറല്ലേ കാണിക്കുന്നത്. കോടതിയുടെ നടപടികളുടെ ഭാഗമായിട്ടല്ലേ പോക്കുവരവ് നടത്തിയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ എവിടെയാണ് ഈ അധികാര ദുർവിനിയോഗം? നമുക്കതിലെന്ത് റോള്?